ഇസ്ലാമിക ചരിത്രത്തിൽ സഹനവും സ്നേഹവും നിറഞ്ഞ ഒരു മനോഹര കഥയുണ്ട്. അത് അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റേതും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്നവരുടെയും കഥയാണ്. മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മുസ്ലിംകൾക്ക് വലിയ പീഡനം. അതിനാൽ അബൂ സലമ റളിയല്ലാഹു അൻഹുവും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു വലിയ പരീക്ഷണം അവരെ കാത്തിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബം അവളെ പിടിച്ചു നിർത്തി. അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോയി. അവരുടെ കുഞ്ഞിനെ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ഞങ്ങൾക്ക് വേണമെന്ന് വാശി പിടിച്ചെടുത്തു. ഒരു കുടുംബം 3 ഭാഗങ്ങളായി വേർപിരിഞ്ഞു. ഓരോ ദിവസവും ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മക്കയുടെ പുറത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞു, ഭർത്താവിനെയും കുഞ്ഞിനെയും ഓർത്ത്. ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഏകദേശം ഒരു വർഷം. അവളുടെ സഹനം കണ്ടപ്പോൾ അവളുടെ കുടുംബം അവളെ മദീനയിലേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് വിടാൻ തീരുമാനിച്ചു. കുഞ്ഞിനെയും തിരിച്ചു നൽകി. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്ക് മദീനയിലേക്ക് യാത്ര തുടങ്ങി. മരുഭൂമിയിലൂടെ 100 കണക്കിന് കിലോമീറ്റർ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക്. വഴിയിൽ ഒരു മനുഷ്യൻ അവളെ കണ്ടു. അവൻ സഹായിച്ചു. അദ്ദേഹം സുരക്ഷിതമായി അവരെ മദീനയിലെത്തിച്ചു. അവിടെ അബൂ സലമ റളിയല്ലാഹു അൻഹുവും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും വീണ്ടും ഒന്നായി. പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അബൂ സലമ റളിയല്ലാഹു അൻഹു ഷഹീദായി. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരു ദുആ പറഞ്ഞു: അല്ലാഹുവേ, ഈ നഷ്ടത്തിന് പകരം ഇതിലേറെ നല്ലത് എനിക്ക് നൽകണമേ. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. ശേഷം അവർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സഹനം, അല്ലാഹുവിൽ വിശ്വാസം എന്നിവ ഒരിക്കലും പാഴാവില്ല. കരുണ പടലിട്ടെ. പടച്ചോൻ നമ്മുടെ ജീവിതം ബറക്കത്തോട് നിറക്കട്ടെ. ആമീൻ.